നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ രൂപേഷേട്ടാ ദേ വാ. വേഗം പോയി എടുത്തോണ്ട് വാ. അയ്യോ അമ്മേ, ആരെങ്കിലും കുറച്ച് വെള്ളം എടുക്ക. കൊണ്ടുവരുന്നേ. ഇങ്ങതാ അമ്മേ. എണീക്കമ്മേ. അമ്മേ എഴുന്നേക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. വാ പതുക്കെ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. പതുക്കെ. ഇരിക്കും. വാ. അയ്യോ, ദേവിക്ക് ചാർത്താനുള്ള ആഭരണം കാണാനില്ല. ആഭരണം കാണുന്നില്ല. എന്റെ ദേവിയെ എന്താ ചെയ്യ ഇപ്പോ? ദർശനേ, തിരുമേനി എന്താ സംഭവിച്ചേ? ഇതുവരെ മാല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഭക്തൻ ദേവിക്ക് സമർപ്പിച്ചതാ. ഇപ്പൊ അത് കാണുന്നില്ല. തിരുമേനി ഒന്ന് വാ. എവിടെയാ വെച്ചിരുന്നത്? ഇതിനകത്താ വച്ചിരുന്നത്. അലമാര തുറന്നപ്പോഴാ അവിടെ നിലവിളി കേട്ടത്. ഞാൻ മറ്റൊന്നും ഓർത്തില്ല. ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി. ഞാൻ ആഭരണം ഇരിക്കുന്ന കാര്യം മറന്നുപോയി. തിരുമേനി ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണം. ശരി. രൂപേഷേട്ടാ, കള്ളൻ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ നിൽക്കുന്ന ഒരാളെ പോലും പുറത്തു പോകാൻ അനുവദിക്കരുത്. അത് ഞാൻ ഏറ്റു. ഇങ്ങോട്ട് വാ. നീ വാ. അവിടെ നിക്ക്. ചേച്ചി ഇങ്ങോട്ട് വന്നേ. വെള്ളം വേണോ അമ്മേ? തിരുമേനി, ആ സമയത്ത് ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് തിരുമേനി ഓർക്കുന്നുണ്ടോ? ഈ സംഭവം നടന്നപ്പോ എന്താ ഈ ഉദയാസ്തമന പൂജയുടെ റേറ്റ് എത്രയാ? അവിടെ കമ്മിറ്റി ഓഫീസിൽ ചോദിച്ചാൽ മതി. അപ്പോ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ? ഉദയാസ്തമന പൂജയുടെ കാര്യം ചോദിച്ച് ഒരു സ്ത്രീ വന്നിരുന്നു. ആ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഞാൻ അവരെ മാത്രമേ കണ്ടുള്ളൂ. തിരുമേനി വരൂ. ഇവരിലാരാ തിരുമേനി പറഞ്ഞ സ്ത്രീ? ഇവരാ എന്നോട് ഉദയാസ്തമന പൂജയുടെ കാര്യം ചോദിച്ചത്.
ചേച്ചി, ഞാൻ ചോദിക്കുന്നതിന് സത്യം പറയണം. ചേച്ചി ആ മുറിക്കകത്ത് കയറിയോ? ദേവിയുടെ മാല ചേച്ചി എടുത്തോ? എന്റെ പൊന്നുമോളെ, എന്നെ കള്ളിയാക്കല്ലേ. ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ ആ മുറിക്കകത്ത് കയറിയിട്ട് പോലുമില്ല. എന്റെ ദേവി, എന്നെ രക്ഷിക്കണേ. എനിക്ക് നെഞ്ചുവേന എടുക്കുന്നേ. അയ്യോ, ഞാനിപ്പോ ചത്തുപോവേ. എനിക്ക് വയ്യേ. അയ്യോ അയ്യോ. ഇപ്പൊ ഇവിടുന്ന് ആർക്കും എങ്ങോട്ടും പോവാൻ പറ്റില്ല. പോലീസ് വരട്ടെ. പോലീസോ? ഈ കൊച്ചെന്തായി പറയുന്നത്? പോലീസ് വന്ന് എല്ലാവരെയും പരിശോധിച്ച് നോക്കാതെ ഒരാളെയും പുറത്തേക്ക് വിടാൻ പറ്റില്ല. ചേച്ചി കുറച്ചു നേരം കൂടെ ക്ഷമിക്കും. ആരെങ്കിലും ചേച്ചിക്ക് കുറച്ച് വെള്ളം കൊടുക്കുക. വേണ്ട, ദാ കുടിക്ക്. എനിക്ക് വെള്ളമൊന്നും വേണ്ട. എനിക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മതി. തിരുമേനി, ഇവിടെ CCTV ഉണ്ടോ? ഇല്ല മോളെ, CCTV വെക്കണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിച്ചാ പോരാ, അത് വെക്കണോന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? CCTV ഉണ്ടായിരുന്നെങ്കിൽ ആരാണ് അകത്ത് കയറിയതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കായിരുന്നു. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താ പ്രശ്നം? സാർ, ഞങ്ങള് അമ്പലത്തിലേക്ക് തൊഴാൻ വന്നതാ. അപ്പോഴാ ഇവിടെ ഒരു സ്ത്രീ ബോധം കെട്ട് വീണ് കിടക്കുന്നത് കണ്ടത്. തിരികെ അങ്ങ് ചെന്നപ്പോ അലമാരയിൽ ആഭരണം കാണാതായി. ഉടനെ തന്നെ ഞാൻ എല്ലാരെയും അറിയിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ആ, എല്ലാരും ഉണ്ട് സാർ. ആരും പുറത്തു പോയിട്ടില്ല. ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനകത്താ. എല്ലാരും ഒന്ന് പരിശോധിക്കും. ശരി സാർ, അങ്ങോട്ട് മാറിയേ. സർ, ആരെയും പരിശോധിക്കണ്ട സർ. മാല മോഷ്ടിച്ച ആളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കൊള്ളാലോ. താൻ തന്നെ മോഷ്ടിച്ച ആളെ കണ്ടുപിടിച്ചോ? മാല മോഷ്ടിച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി സർ. പക്ഷേ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും എനിക്ക് അധികാരമില്ലല്ലോ. അതുകൊണ്ടാ പോലീസ് വരുന്നത് വരെ ഞങ്ങൾ കാത്തത്. കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. വരൂ സർ. ഇത് വ്യക്തമായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളതാ. ഇവിടെ CCTV ക്യാമറ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അയ്യോ, ആരാ എടുത്തോണ്ട് പോയത്? അത് തോന്നാനുള്ള കാരണം വേറെ ഒന്നും അല്ല സർ.